ആരാ ചോദിക്കണേ? സ്വിഗ്ഗിക്കാരുടെ ചോദിക്കി. ഇപ്പൊ നമ്മള് എടപ്പള്ളിക്ക് പോകണോ? ഇതുവരെ എന്തൊക്കെ അറിഞ്ഞാണ്? ഇതുവരെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു അവിൽ മിൽക്ക് കിടക്കുന്ന കടയാണ്. അതുപോലെ ആ കടയില് കുറച്ച് അവലും കപ്പലണ്ടിയൊക്കെ ഉണ്ട്. കട എവിടാന്നോ ലൊക്കേഷന്റെ ഇൻഫർമേഷൻ പറയടാ. പിന്നെ പാലുണ്ട്, പാല്. ഇതെന്തിനാ ഇതുവഴി അതിന്റെ ബാക്കി കൂടെ പോയ പറയായിരുന്നു. ഇതിനകത്തെ കടയുടെ ലൊക്കേഷനെ കുറിച്ച് കിട്ടിയ ഇൻഫർമേഷൻസ് പറയടാ. കടയുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ കാക്കനാടല്ല, വേറെ എവിടെയോ. വേറെ എവിടെയാണെന്ന് ചോദിച്ചാല് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഇത് ഏതാ സ്ഥലം? പന്തൽ കഫേ ആൻഡ് ഡെലി. ഇവിടെയാണ് നമ്മുടെ പ്ലെന്റിൽ എപ്പോ നോക്കിയാലും കേക്ക് കിട്ടുന്നത്. ആ പയ്യനോട് ചേട്ടാ ചേട്ടാ ഈ അവിൽ മേറ്റ്സ് എന്ന് പറഞ്ഞ കട എവിടെയാ അറിയാം? അവിൽ മേറ്റ്സ് അവിൽ അറിയാം. അവിടോ ആണോ? ഓക്കെ, താങ്ക് യു. ഗായ്സ്, ഒരു വമ്പൻ ലീഡ് ഇട്ടിട്ടുണ്ട്. വമ്പൻ ലീഡ്. ഇത് ധാരാളം മതി. എന്തുവായിരുന്നു പറഞ്ഞു? എടപ്പള്ളി ചോളം. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. റൈറ്റ് ആണോ? എടപ്പള്ളി ചോളം അങ്ങോട്ട് റൈറ്റ് അല്ലേ? എടപ്പള്ളി ചോളം റൈറ്റ്. ഒരു വമ്പൻ ഒരു ഇത് കിട്ടിട്ടുണ്ട് നമുക്ക്. ഇടത്തോട്ട് പോണം, അങ്ങോട്ട് പോടാ. സ്ഥലത്തല്ലേ പോന്നെ? കണ്ണു കിടന്നില്ലേ? ഇതെന്താണെന്ന് ഇപ്പൊ ആരോട് ചോദിക്കാൻ? ഓ, റാൻഡമായിട്ടൊരു ചേട്ടനെടുത്ത് ചോദിച്ചോ, പുള്ളിക്ക് അറിയാവുന്നത്രേ. ആൻസനെ പോലെ ആകുമോന്ന് കണ്ടറിയാം. ഇത് ടൈം ലാപ്സ് ആണോ? അല്ല. ഗൈസ്, നമ്മളങ്ങനെ എടപ്പള്ളി ടോളിലെത്തി കേട്ടോ. ഇവിടെ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്കിവിടെ തപ്പി നോക്കാം അവിൽ മേറ്റ്സ് എവിടെയാണ്. നമുക്ക് വനിതാവിലേക്ക് ഒരു മൈക്കിളുണ്ടായിരുന്നു. അവിൽ മേറ്റ്സ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നു. വിഷ്ണു വന്നിട്ടുണ്ടല്ലോ ലുലുവില്. വിളിക്കാൻ പറ്റത്തില്ല. ചേട്ടാ, ഇവിടെ അവിൽ മേറ്റ്സ് എന്ന് പറഞ്ഞ കട അറിയോ? അവിൽ മേറ്റ്സ് ഐഡിയ ഇല്ലല്ലേ? നമ്മൾ എന്ത് ചെയ്യും? കമീല, നീ എവിടെയാണ്? കമീല, നീ എവിടെയാണ്? അവിൽ മേറ്റ്സ് ലൊക്കേഷൻ അറിയുന്നില്ല. എടപ്പള്ളി ഭാഗത്ത് എവിടെയാണോ? തൃക്കാക്കരയുണ്ടോ അവിൽ മേറ്റ്സ്? ആണോ? അറിയില്ല അല്ലേ? യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം. എവിടെ നമ്മൾ പറഞ്ഞേ? അണ്ണാക്കി കയറി ഒന്ന് വീഡിയോ എടുക്കുക. എല്ലാവരും എങ്ങാനും ദേഷ്യപ്പെട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഇത്ര ബോധമില്ല. എന്താ കുഴപ്പമില്ല. അണ്ണാക്കി കയറി ഞാൻ നിങ്ങൾ രണ്ടുപേരും കാണുന്ന പോലെ പാവമായോണ്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല. വേറെ ദേഷ്യമുള്ള ഒരാളെ ഇപ്പൊ കാരണപ്പെട്ട് എടുത്ത് കൂട്ടിട്ട് വീഡിയോ എടുക്കണ്ടേ? വീഡിയോ എടുക്കണം. പക്ഷെ നമ്മൾ ഇങ്ങനൊക്കെ പോകുന്നത് എന്തുവാ? ക്യാബ് ഇട്ട് എടുത്തൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അത് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി അടുത്ത് വെച്ചേ. എനിക്കറിയാൻ പാടില്ല ഏതാ. ഇപ്പൊ ഒരു ചേട്ടൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ എടപ്പള്ളി ഉണ്ടോന്ന് അറിയത്തില്ല, തൃക്കാക്കര ഭാഗത്ത് എങ്ങോട്ടുണ്ടെന്ന്. പക്ഷെ ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല കറക്റ്റ്. നമുക്ക് എന്തായാലും തൃക്കാക്കര പോകണം. ഇവിടെ തന്നെ ഒന്ന് തപ്പി നോക്കാം. മടുത്തു ചെയ്തു. ആൻസൺ പറഞ്ഞു ചിറ്റിയത്തുകരയിലാണ്, വേറെ ചേട്ടൻ പറഞ്ഞ് എടപ്പള്ളി ടോളിലാണ്. ഇപ്പൊ വേറെ ചോദിച്ചപ്പോ പുള്ളി പറയുക തൃക്കാക്കരയിലാണ്. നിന്റെ ദൈവമേ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എല്ലായിടത്തും ഉണ്ട് അവിൽ മിൽക്ക്. പക്ഷെ കട കാണാനില്ല. ഒരു മകന്റെ ധർമ്മമാണ്. കിട്ടിയ ആ പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇവിടുന്ന് 2-3 കിലോമീറ്റർ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ ഭാഗത്ത് റൈറ്റ് സൈഡിലുണ്ടെന്ന്. അത് ഇച്ചിരി ഷുവറാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നേരെ പോയാൽ മതി പറഞ്ഞു. 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ റോഡിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ നിന്നാണ് പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കാം, പോയി നോക്കാം. ഇവിടുന്ന് സ്ട്രൈറ്റ് 2-3 കിലോമീറ്റർ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം 35 കിലോമീറ്റർ ആണ്. അപ്പം 36, 37, 38 ആകുമ്പോൾ നമുക്ക് നോക്കണം. റൈറ്റ് സൈഡിലാന്ന് പറഞ്ഞത്. വിവേക് ഈ കട കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അവിൽ മിൽക്ക് കുടിക്കാം. അതുവരെ നമ്മളൊന്നും കഴിക്കുന്നില്ല. അതാണ് നമ്മുടെ ചലഞ്ച്. അതെ,
അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. നമുക്ക് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ? അതെ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങും എത്തിയില്ല. ഈ പ്രാവശ്യം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇൻഫോമർ ജെനുവിനാന്ന് തോന്നുന്നു. വിൽമേറ്റ് പൈപ്പ് ലൈൻ ജംഗ്ഷൻ അതാണോ? അതല്ലേ അതിന്റെ ഒരു ബെനാമിന്നാ. അതായിരിക്കും മറ്റേ പുള്ളി ഉദ്ദേശിച്ച ബനാമൈറ്റ്. പുള്ളി എന്തോ ബെനാ മിൽക്ക് എന്നോ എന്തോ പറഞ്ഞില്ലേ, ബനാന മേറ്റ്സ് എന്നോ എന്തോ. ഓരോരുത്തന്മാർക്ക് ഓരോ കട അങ്ങ് തുറന്നിട്ടാ മതി, ഓരോ പേര് കിട്ടുന്നുണ്ട്. നമ്മളാക്കാതെ കഷ്ടപ്പെടുന്നു. കണ്ടു റൈറ്റ് സൈഡിൽ മഞ്ഞ കളറിൽ. ഇനി യൂട്ടേൺ എടുക്കുന്ന ദൂരം മാത്രം. അതിൽ മഞ്ഞ കളർ തീമുള്ള പഴവും ഒരു ഗ്ലാസ്സുള്ള അതിൽ ഇതാ ബനാന മേറ്റ്സ്. ബനാന ഉണ്ട്. എന്നിട്ടായിരിക്കും പുള്ളിയല്ല ഇപ്പം ബനാന മേറ്റ്സ് എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മൾ കണ്ടെത്തി. ഇത് തന്നെയാണോ നമ്മുടെ ഷെഫ് പറഞ്ഞ സ്ഥലം? നമ്മൾ ഓൾറെഡി ഈ വഴി വന്നായിരുന്നു കേട്ടോ, പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് ഇവിടെ സ്ഥലം എഴുതിയിരിക്കുന്ന പൈപ്പ് ലൈൻ ജംഗ്ഷൻ തൃക്കാക്കരയെന്നാണ്. പൈപ്പ് ലൈൻ ജംഗ്ഷൻ ആണ് ആ ചേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റി. കറക്റ്റ് സ്പോട്ട് പുള്ളി കണ്ടുപിടിച്ചു. താങ്ക് യു സോ മച്ച് ചേട്ടൻ. പുള്ളിയുടെ പേരൊന്നും ചോദിച്ചില്ലല്ലോ. പേരൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പുള്ളിയുടെ അടുത്ത് പോയപ്പോൾ. പുള്ളി പിന്നെ ജസ്റ്റ് പുള്ളി വെറുതെ ഐഡിയലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാന്ന് വിചാരിച്ച് ചെന്ന് ചോദിച്ചാൽ നമ്മളെ രണ്ടുപേർ ചതിച്ചെങ്കിലും മൂന്നാമത്തെ വട്ടം നമ്മൾ സക്സസ്ഫുള്ളി. ചതിച്ചെന്ന് പറയാൻ പറ്റില്ല, എല്ലാരും ഓരോരോ സ്ഥലം. പുള്ളി തൃക്കാക്കര എന്നല്ലേ പറഞ്ഞേ? രണ്ടാമത് ചോദിച്ചാൽ തൃക്കാക്കര എടപ്പള്ളി ചോടെന്നല്ലേ പറഞ്ഞു. എനിക്ക് വേണം. എനിക്ക് വേണം. എനിക്ക് വേണ്ടേ? ഞാൻ മേടിച്ചരാം. ഇത് വിവേക് ഈ സ്ഥലം കണ്ടുപിടിച്ചതിന് വിവേകിനൊരു അവിൽ മിൽക്ക് സ്പോൺസർ ചെയ്യുന്നതാണ്. സ്പ്ലിറ്റ് പിന്നെ ഇടുന്നതായിരിക്കും അല്ലേ? ഇല്ല സ്പ്ലിറ്റ് ഇല്ല, ഇതിന് സ്പ്ലിറ്റ് ഇല്ല. എനിക്ക് വേണ്ട അവിൽ മിൽക്ക്. വേണ്ടേ? അതിനാ ഇഷ്ടമല്ലേ? നമുക്ക് കോക്ടെയിൽ കുടിക്കാം. लाइक करो, सब्सक्राइब करो एंड शेयर कर दो.